ഹലോ, ഈ വെയിൽ മോർണിംഗ് ഒക്കെ കാണുമ്പോഴേ നിങ്ങൾ കരുതും ഇവിടെ മഴയൊന്നും ഇല്ലേ എന്ന്. അങ്ങനെയല്ല ഗൈസ്, ഇവിടെ നല്ല പേമാരി മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. റോട്ടിലൊക്കെ വെള്ളം നിറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. ഇതൊരു 3 ആഴ്ച മുന്നേ എടുത്ത വീഡിയോസാണ്, ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. അത് വേറൊന്നുമല്ല, ഞാനൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോയി ഒരു ജോബൊക്കെ സെറ്റായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോസൊക്കെ ഇടാനും എഡിറ്റ് ചെയ്യാനും പറ്റുന്നില്ല. രാത്രി ലേറ്റായിട്ടാണ് വീട്ടിലേക്ക് എത്തുന്നത്. അതാണ് ഇത്രയും ഡിലേ ആയത് വീഡിയോ ഇടാനേ. ഇനിയിപ്പോൾ ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റിയില്ലെങ്കിലും വീക്കിലെങ്കിലും ഇടാൻ പറ്റണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം, നമുക്ക് ശ്രമിച്ചോക്കാം അല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ കുറച്ചായില്ലേ കണ്ടിട്ട്, കുറച്ചധികം ബിസി ആയിപ്പോയി ഗൈസ്. പിന്നെ നാട്ടിൽ നല്ല മഴയാണെന്നറിയാം, എന്നാൽ സേഫായിട്ടിരിക്കുക. ഇതെൻ്റെ ഒരു സൺഡേ ദിവസം എടുത്ത ഒരു വീഡിയോ ആണ്. ഈ കാക്കയില്ലേ രാവിലെ തന്നെ വാഴേൻ്റെ ഇലയൊക്കെ പറിച്ചിട്ട് എന്തുണ്ടാക്കാൻ പോവാണോ എന്തോ. നല്ല രസമുണ്ടായിരുന്നു രാവിലെ തന്നെ ഉള്ള ഒരു കാഴ്ച ചെയ്ത്. രാവിലെ എണീറ്റപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതെല്ലാം. അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് എടുത്തു എന്ന് മാത്രം. പിന്നെ മുറ്റത്തൂടെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ പിള്ളേരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ ഷട്ടിലൊക്കെ കളിച്ച് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ. വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറക്കാറായില്ലേ. ഇനിയിപ്പോൾ ഈ വീഡിയോസൊക്കെ പിള്ളേർ കാണുമ്പോൾ വല്ലാതെ ഫീലാവും. അവർക്ക് എന്തായാലും ഫീൽ ആയിട്ടുണ്ടാവും. പിന്നെ ഷട്ടിൽ കളിയൊക്കെ നിർത്തി വെച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കി. നല്ല ചൂടോടുള്ള ദോശയും പിന്നെ പൊട്ടോട്ടോ കറിയും ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂട്ടിക്കഴിച്ച് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും കൂടിയിട്ട് മാങ്ങ പറിക്കാനായിട്ട് ടെറസിലേക്ക് പോയി. ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ടെറസിലെ കാഴ്ചകൾ. കുറച്ച് പച്ചക്കറിയെല്ലാം ഉണ്ട്, കുറച്ച് ചീരയും വഴുതനയും വണ്ടിയും കുറച്ച് മുളകെല്ലാം ഉണ്ട്. പിന്നെ മാങ്ങ പറിക്കാനായിട്ട് നോക്കി, അതിൻ്റെ ഒരു തത്രപ്പാടിലായിരുന്നു. പിന്നെ അതിനിടയിൽ ഈ കൊക്ക നമുക്കൊരു പണി തന്നായിരുന്നേ. അതുകൊണ്ട് വീണ്ടും കയറുകൊണ്ട് കെട്ടിയെടുത്ത് വീണ്ടും പറിക്കാനൊക്കെ തുടങ്ങി. ഇതെൻ്റെ ഒരു കസിനാണേ, പേര് ചക്കീന്ന. അങ്ങനെ കുറച്ചധികം മാങ്ങ പറിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പിലിടാനും അച്ചാറിടാനും പഴുപ്പിക്കാനൊക്കെ ആയിട്ട് കുറേ അധികം മാങ്ങ പറിച്ചെടുത്തിട്ടുണ്ട്. മാങ്ങയൊക്കെ പറിച്ച് മുറ്റത്തിറങ്ങിയപ്പോൾ നല്ലൊരു കാഴ്ച കണ്ടായിരുന്നേ. പൂവിൽ നിന്ന് തേൻ കുടിക്കുന്ന പൂമ്പാറ്റി. നല്ല ഭംഗിയുണ്ടായിരുന്നേ അത് കാണാൻ. ഞാൻ അടുത്തേക്ക് പോയപ്പോഴേക്കും അതങ്ങ് പറന്നു പോയി കളഞ്ഞു. ഒരു മാങ്ങയെടുത്ത് കുനുകുനാന്നരിഞ്ഞ് ഉപ്പും മുളകും ഇത്തിരി ഓയിലും കൂടി മിക്സാക്കി എടുത്ത് പ്ലേറ്റ് മൊത്തം കാലാക്കി എടുത്തിട്ടുണ്ട് ഞങ്ങൾ. ചോറിന് നല്ല ചക്കക്കുരുവും മുരിങ്ങാച്ചപ്പും ഇട്ട കറിയൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സിനിമയ്ക്ക്. സിനിമ നല്ല ഉണ്ടായിരുന്നു, അതിലെ സോങ്സൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ മാത്സിലൊന്ന് കയറി, ചുമ്മാ കയറുന്നേ ഉള്ളൂ, പക്ഷെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റായിപ്പോയി, രാത്രിയായിരുന്നു. പിന്നെ വേഗം വീട്ടിലേക്ക് പോയി.